നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. എഴുത്തിനെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടയാളമാക്കി മാറ്റിയ സാഹിത്യത്തോടൊപ്പം രാഷ്ട്രീയവും തുറന്നു പറയണമെന്നും അനീതിയോട് മൗനാനുവാദം അരുതെന്നും ശക്തമായി പറഞ്ഞുവെക്കുന്ന കേരളത്തിന്റെ മുഖ്യധാരാ എഴുത്തുകാരനാണ് വയനാടിന്റെ അഭിമാനമായ OK ജോണി. മാധ്യമപ്രവർത്തകനായും ചരിത്രാന്വേഷിയായും ചലച്ചിത്ര നിരൂപകനായും ഡോക്യുമെന്ററി സംവിധായകനായുമൊക്കെ വേറിട്ട അടയാളപ്പെടുത്തലുകൾ നടത്തുന്ന ഈ വയനാട്ടുകാരന് പുരസ്കാരങ്ങൾ നിരവധിയാണ്. 1995 മികച്ച ഡോക്യുമെന്ററിക്കുള്ള ദേശീയ അവാർഡിനെ ചുരം കയറ്റി വയനാടൻ ജനതയ്ക്ക് നൽകിയത് ഇദ്ദേഹമാണ്. 8 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച കേരള ഗവൺമെന്റിന്റെ മികച്ച സിനിമാ പുസ്തകത്തിനുള്ള പുരസ്കാര ജേതാവായ ഇദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ യാത്രാ വിവരണത്തിനുള്ള പുരസ്കാര ജേതാവ് കൂടിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നവരുടെ രോദനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന അവരുടെ ആകുലതകളെ ക്രിയാത്മകമായി അവതരിപ്പിക്കുന്ന ഇദ്ദേഹത്തിന് നരവംശാസ്ത്ര ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം 1997 നേടാനായത് യാദൃശ്ചികമായിട്ടല്ല. ആദിവാസികൾ ഉൾപ്പെടെ മാറ്റി നിർത്തപ്പെടുന്നവരുടെ ജീവിതങ്ങളെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്ന ഇതിവൃത്തമാണ് ഇദ്ദേഹത്തിൻ്റെ ഡോക്യുമെന്ററികളിൽ അധികവും. വിഷയങ്ങളിലെ തീവ്രത എക്കാലവും ഇദ്ദേഹത്തിന് ഏറെ വിമർശനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. താൻ കണ്ട കാഴ്ചകളെ ഭാവതീവ്രതയോട് പറഞ്ഞുവെക്കുകയും വിമർശിക്കേണ്ടവരെ വിമർശിക്കുകയും ചെയ്യുന്ന, പക്ഷം പിടിക്കാതെ യാഥാർത്ഥ്യങ്ങൾ പറയുന്ന ഏവർക്കുമുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനും എക്കാലവും ഉണ്ടായിട്ടുണ്ട്. സൂക്ഷ്മ പഠനത്തോടെയുള്ള ഇദ്ദേഹത്തിൻ്റെ കൃതികൾ മികച്ച റഫറൻസ് ഗ്രന്ഥങ്ങളാണ്. അവതരിപ്പിക്കുന്ന വിഷയങ്ങളോടുള്ള ആത്മാർത്ഥതയും വിഷയങ്ങൾ സത്യസന്ധമായി പറയണമെന്ന നിഷ്ഠയും ഓരോ കൃതിയെയും വ്യത്യസ്തമാക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യമേറിയ കാവേരിയോടൊപ്പം എൻ്റെ യാത്രകൾ എന്ന കൃതിയെ നമുക്കായി പരിചയപ്പെടുത്തുന്നത് മറ്റൊരു മികച്ച വയനാടൻ എഴുത്തുകാരനായ CV ജോയിയാണ്. വയനാട്ടിലെ ഗോത്രവിഭാഗത്തിൻ്റെ ജീവിതത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ പഠിച്ച ഈ എഴുത്തുകാരൻ ശുചിത്വ മിഷന്റെ സംസ്ഥാന ഡയറക്ടറായിരുന്നു. ബത്തേരിയിലെ നിരവധി ഗ്രന്ഥാലയങ്ങളുടെ സജീവ പ്രവർത്തകനായ ഇദ്ദേഹം മികച്ച ഒരു വായനക്കാരനും ചരിത്ര അന്വേഷകനുമാണ്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കാവേരിയോടൊപ്പം നമുക്കും ഒരു യാത്ര പോകാം. ചരിത്രങ്ങൾ കേട്ടെടുക്കാം, തൊട്ടറിയാം, അനുഭവിച്ചറിയാം. CV ജോയിക്കൊപ്പം യാത്ര തുടങ്ങാം. ശ്രീ OK ജോണിയുടെ കാവേരിയോടൊപ്പമുള്ള എൻ്റെ യാത്ര എന്ന ബൃഹത് ഗ്രന്ഥമാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. 500-ലധികം പേജുകളും 36-ലധികം അധ്യായങ്ങളുമുള്ള ആ പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. മറിച്ച് ആ പുസ്തകം നമ്മുടെ വയനാടുമായി അടയാളപ്പെടുത്തുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട്. നമ്മുടെ ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലേക്കത് ഒട്ടേറെ വെളിച്ചം വീശുന്നുണ്ട്. അതിൽ ജോണി എന്ന ചരിത്രാന്വേഷകൻ്റെയും ആത്മാന്വേഷിയുടെയും പ്രയാണപഥത്തിലെ പ്രതിഭ അടയാളപ്പെടുത്തുന്ന നിമിഷങ്ങളുണ്ട്, മുഹൂർത്തങ്ങളുണ്ട്. അത് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ അതുണ്ടാക്കിയ മാറ്റങ്ങൾ, നമ്മുടെ സാഹിത്യ ലോകത്ത് അതുണ്ടാക്കിയ പ്രതിഫലനങ്ങൾ കൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മഗിരിയിലെ തലക്കാവേരിയിൽ നിന്നും ഉത്ഭവിച്ച് നമ്മുടെ കബനിയോടൊത്തു ചേർന്ന് ഒഴുകി കർണാടകത്തിൻ്റെ സമതലങ്ങളെ നനച്ച് തമിഴ്നാട്ടിലെത്തി കാവേരി പൂംപട്ടണമെന്ന പൂംഹാറിൽ എത്തി അവിടെ നിന്നും ബംഗാൾ ഉൾക്കടലിൽ ലയിക്കുന്ന കാവേരി എന്ന മഹാനദി, ഇത് ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകം കൂടിയാണ്. കൊടകിൽ ഇത് കാവേരമ്മയാണ്. തമിഴ്നാട്ടിലെത്തുമ്പോൾ അത് പൊന്നിയായി മാറുന്നു. എല്ലായിടത്തും അവൾ അമ്മയും അന്നം നൽകുന്ന മാതാവുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഈ നദി നമ്മുടെ നാടുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലേക്ക് വരാം. ഒന്ന്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, കർണാടകവുമായി ബന്ധപ്പെട്ട വയനാടിൻ്റെ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് പുന്നാട് എന്നാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. ജോണിയുടെ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോഴാണ് അത് പുന്നാടായിരുന്നില്ല, അതിൻ്റെ യഥാർത്ഥ അർത്ഥം പൊന്നാട് എന്നായിരുന്നു എന്ന്. നമ്മുടെ കീർത്തിപുര ആസ്ഥാനമാക്കി പുന്നാട് രാജവംശം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പൊന്നിൻ്റെ കാലഘട്ടമെന്നാണ്. ആ പൊന്നിൻ്റെ കാലഘട്ടം നിലനിന്നിരുന്നത് നമ്മുടെ വയനാട്ടിലാണ്. ആ വയനാടാണ് പൊന്നാട് എന്നറിയപ്പെട്ടിരുന്നത്. നമുക്കറിയാം, നമ്മുടെ വയനാടിൻ്റെ ഇപ്പോഴത്തെ പേര് വയൽനാട്, അതും വയലുകളുടെ നാടാണ്. അപ്പോൾ ഇതിനൊരു മുൻകാല ചരിത്രം നമ്മൾ വായിച്ചെടുക്കുന്നത് ഈ പൊന്നാടിൽ നിന്നാണ്. കീർത്തിപുര ആസ്ഥാനമായി വയനാട് ഭരിച്ചിരുന്ന ഒരു രാജവംശത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ കീർത്തിപുര എന്ന് പറയുന്ന തലസ്ഥാന പട്ടണം ഇപ്പോൾ ഒരു വലിയ ഡാമിൽ മുങ്ങിക്കിടക്കുകയാണ്. 1974 പൂർത്തീകരിച്ച ബീച്ചനഹള്ളി ഡാം. ഈ ബീച്ചനഹള്ളി ഡാമിൽ വെള്ളം തീരെ വറ്റുമ്പോൾ ഇപ്പോഴും നമുക്കതിൻ്റെ അവശിഷ്ടങ്ങൾ, ആ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളും ക്ഷേത്രങ്ങളും തകർന്നുപോയ കൊട്ടാരക്കെട്ടുകളുമെല്ലാം കാണാൻ കഴിയുമെന്ന് ജോണി ഈ പുസ്തകത്തിൽ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട്. ഇത് വായിക്കുമ്പോഴാണ് ഈ വയനാട് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം, എടയ്ക്കൽ ഗുഹ പോലെ 5000 കൊല്ലം മുമ്പ് നവീന ശിലായുഗത്തിലെ മനുഷ്യൻ ജീവിച്ചിരുന്ന ചരിത്ര അടയാളങ്ങളുള്ള പ്രദേശം, അതേപോലെ തന്നെ കീർത്തിപുര പോലുള്ള പട്ടണങ്ങളുള്ള പൊന്നാടായിരുന്ന പ്രദേശം, നമ്മളത്ര സമ്പന്നമായിരുന്ന ഒരു ജനങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. വീണ്ടും നമ്മൾ വയനാടിനെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ഗദ്ദയെക്കുറിച്ച് ഞാൻ ഈ പുസ്തകത്തിലൂടെ അറിയുന്നത്. നമുക്കറിയാം, ആനപിടുത്തം വയനാട് എല്ലാ കാലത്തും ആനപിടുത്തത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ആനത്താരയിൽ വലിയ കുഴികളുണ്ടാക്കി ആ കുഴിയിൽ നിന്നുള്ള ചെറിയ മൺതരി പോലും ദൂരെ കൊണ്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ മുള പാവി അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് മണ്ണ് നിരത്തി കരിയില നിരത്തി മൂടി വയ്ക്കും. ആന വലിയ നടത്തക്കാരനാണ്. 50 കിലോമീറ്ററൊക്കെ ഒരു ദിവസം നടക്കുമത്രേ ആന. അങ്ങനെ കൂട്ടത്തോടു കൂടി അലസമായി നടന്നു വരുന്ന ആനകളിൽ ഒന്ന് ഈ വാരിക്കുഴിയിൽ വീഴുന്നു. അതിനെ പിടിച്ച് പുറത്ത് കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിച്ച് ഇണക്കിയെടുക്കുന്നു. ഇത് ഒരു വർഷം കൊണ്ട് ഒരു വാരിക്കുഴിയിൽ ഒരാന വീഴുമ്പോൾ ഗദ്ദ എന്ന് പറയുന്ന ഒരു രീതിയിലൂടെ, ഒരു കെണിയിലൂടെ ഒറ്റയടിക്ക് 100-150 ആനകളെ പിടിക്കുന്ന രീതി ജോർജ് സാൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് തുടക്കമിട്ടത്. അയാൾ ആസാമിലൊക്കെ ഇത് പരീക്ഷിച്ചതാണ്. 1864 അയാൾ വയനാട്ടിൽ വന്ന് നമ്മുടെ കീർത്തിപുര കേന്ദ്രമാക്കി നമ്മുടെ കാകനക്കോട്ടയിലടുത്ത് ഈ ഗദ്ദ പരീക്ഷിച്ചു. വലിയ ആനക്കൂട്ടത്തെ കണ്ടെത്തും. അതിൽ 100-150 ആനകളുണ്ടാവും. എന്നിട്ട് അതിനെ 1000-400 വരുന്ന ഗോത്ര സമുദായത്തിലെ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് പാട്ട കൊട്ടി, ചെണ്ട കൊട്ടി, പന്തം കത്തിച്ചൊക്കെ പേടിപ്പിച്ച് അതിനെ ഓടിച്ച് കബനി നദിയിലേക്ക് ഇറക്കുന്നു. നല്ല ഒഴുക്കുള്ള വെള്ളമായിരിക്കും. പരിഭ്രാന്തരായ ആനക്കൂട്ടം നദിയിലൂടെ നടന്നു കയറുന്നത് ഒരു വലിയ കെണിയിലേക്കാണ്. തേക്കുതടികൾ അടുത്തടുത്തടുത്ത് പാവി പച്ചിലകൾ കൊണ്ട് മറച്ച ഒരു കെണിയിലേക്ക്, ഒരു പൗണ്ട് എന്ന് പറയാം, ആ കെണിയിലേക്ക്, മരക്കെണിയിലേക്ക് ചെന്ന് കയറുകയാണ്. അതിന് വലിയ വിസ്താരം ഉണ്ടാവും. അങ്ങനെയാണ് അതിനുള്ളിൽ കയറുന്ന രീതിയിലേക്കാണ് ഈ പുറകെ വരുന്നവർ പടക്കമെറിഞ്ഞും വെടിപൊട്ടിച്ചും പന്തം കത്തിച്ചൊക്കെ ആനയെ നയിച്ചുകൊണ്ട് വരുന്നത്. പരിഭ്രാന്തമായ ആനക്കൂട്ടം 100-150 ഈ കെണിയിലേക്ക് കടന്നു കയറുമ്പോൾ അതിൻ്റെ വാതിലുകൾ വലിയ തേക്ക് തടികളിട്ട് ഉറപ്പിക്കുന്നു. വലിയ വടം കൊണ്ട് കെട്ടി ഉറപ്പിക്കുന്നു. ഒറ്റയടിക്ക് 100-150 ആനകൾ ഇതിൻ്റെ ഉള്ളിലായി. പിന്നെ അതിൽ നല്ല കരുത്തുള്ള ആനകളെ എടുക്കുന്നു. അതിൽ കരുത്തില്ലാത്തതിനൊക്കെ ചിലപ്പോൾ വെറുതെ വിടുന്നു, അല്ലാത്തവരെ പുറം നാട്ടുകാർക്ക് വിൽക്കുന്നു. തീരെ കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നവരെയും തീരെ കുഞ്ഞുങ്ങളെയും വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെയായിരുന്നു ഗദ്ദ നടത്തിയിരുന്നത്. ഈ ഗദ്ദ കാണാനായിട്ട് റഷ്യൻ രാജകുമാരൻ വന്നിട്ടുണ്ട് 1891. 1922 ബ്രിട്ടീഷ് രാജകുമാരൻ പ്രിൻസ് ഓഫ് വെയിൽസ് വന്ന് അത് കാണുന്നതിനെക്കുറിച്ച് ജോണി രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ ക്രൂരമായ രീതിയിൽ ചെറിയ കുഞ്ഞുങ്ങളെ, ആനക്കുട്ടികളെയൊക്കെ കൊന്ന്, കാരണം അതിൻ്റെ തള്ളയെ പിടിക്കണമെങ്കിൽ അതിന് കുഞ്ഞിനെ കൊല്ലണം. അങ്ങനെയൊക്കെയുള്ള ക്രൂരമായ രീതിയിൽ ആനപിടുത്തം നടന്നതിൻ്റെ ചരിത്രം ഈ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. ഇതെല്ലാം വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവ് എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ചരിത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു ദാർശനികമായ പശ്ചാത്തലം കൂടി ജോണി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്.
ഇതോടൊപ്പം തന്നെയാണ് നമ്മൾ ബൈലക്കുപ്പയിലെ ബുദ്ധനിലേക്ക് എത്തുന്നത്. ജോണി വളരെ വികാരത്തോടുകൂടി അവതരിപ്പിക്കുന്നതൊന്നാണ് ബൈലക്കുപ്പയിലെ നമ്മുടെ ടിബറ്റൻ അഭയാർത്ഥികളെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നമുക്കറിയാം 1959 ചൈന ടിബറ്റ് ആക്രമിച്ചു, അതിനെ കീഴ്പ്പെടുത്തി. 40 ലക്ഷം ജനങ്ങളായിരുന്നു ടിബറ്റിലുണ്ടായിരുന്നത്. ദലൈലാമ ആയിരുന്നു അവരുടെ നേതാവ്. ആ 40 ലക്ഷത്തിൽ 10 ലക്ഷം പേർ ചൈനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 10 ലക്ഷം പേർ ഹിമാലയം മുറിച്ചു കടന്ന് ഇന്ത്യയിലെത്തി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയായ PNC മേനോനെ അയച്ച് ആ അഭയാർത്ഥികളെ ഇന്ത്യയിൽ സ്വീകരിച്ചു. ഇന്ത്യ എക്കാലത്തും അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്തൊരു നാടായിരുന്നു. പാഴ്സികളാവട്ടെ, യഹൂദന്മാരാവട്ടെ, ലോകത്തിൻ്റെ അടുത്ത് എവിടെയെല്ലാം ആക്രമണം ഉണ്ടായി അവരെല്ലാം പീഡിപ്പിക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ രാജാക്കന്മാരും ഇന്ത്യയിലെ ചക്രവർത്തിമാരും ഇന്ത്യയിലെ ഭരണകൂടങ്ങളും അവർക്ക് അഭയം നൽകിയ ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സംസ്കാരത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ചരിത്രപണ്ഡിതനായിരുന്ന നെഹ്റു അവരെ സ്വീകരിച്ചു. ഹിമാചൽ പ്രദേശിലെ ധർമ്മശലയിൽ അവർക്ക് അഭയം നൽകി. അങ്ങനെ ഒരു കേന്ദ്രമായിരുന്നു നമ്മുടെ കുശാൽ നഗറിലെ, കൊടകിലുള്ള കുശാൽ നഗറിലെ ബൈലക്കുപ്പയിലെ ആ കേന്ദ്രം. അവിടെ തുടക്കത്തിൽ 3000 പേരെയാണ് അധിവസിപ്പിച്ചെങ്കിലും ഇപ്പോൾ അവിടെ 1.5 ലക്ഷം പേരുണ്ട്. അവരുടെ ജീവചരിത്രത്തിലേക്കും അവരുടെ ദുരിതങ്ങളിലേക്കും അവരുടെ സങ്കടങ്ങളിലേക്കും ഒരു തനത് ജനത വേട്ടയാടപ്പെട്ട് അവരുടെ സ്വന്തം ഇടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള വേവലാതികൾ ജോണി ഈ ബൈലക്കുപ്പയിലെ ബുദ്ധൻ എന്ന പുസ്തകത്തിലൂടെ നമ്മളോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ വയനാട്ടിലുണ്ടായിരുന്ന ജൈന സംസ്കൃതിയുടെ വലിയ പിന്തുണ, അതിൻ്റെ അത് നൽകിയിട്ടുള്ള കാർഷികവും വ്യാവസായികവുമായ പുരോഗതിയുടെ അടയാളങ്ങൾ ജോണി ഇതിനകത്ത് നമുക്ക് അടയാളപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു വയൽനാടായി ഇത് വയനാട് മാറുമ്പോൾ 16-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും സജീവമായ സംസ്കാരം ജൈന സംസ്കാരമായിരുന്നു. ഗംഗയെ ചോളന്മാരും ഹൊയ്സാല രാജാക്കന്മാരും ഒക്കെ ജൈന സംസ്കൃതിയെ പിന്തുണയ്ക്കുകയും അവർക്കെല്ലാം പിന്തുണയ്ക്കുകയും നൽകുകയും ചെയ്തിരുന്നു. ജൈനന്മാരാണ് വയനാട്ടിലെ മുഴുവൻ വയലുകളും തുടക്കത്തിൽ ഉണ്ടാക്കിയെടുത്തത്. അവർ കരിമ്പും നെല്ലും കൃഷി ചെയ്തു, ബാർലിയും അവർ കൃഷി ചെയ്തു, അവിടെ ചോളവും അവർ കൃഷി ചെയ്തു. അന്ന് ജൈനന്മാരുണ്ടാക്കിയതാണ് വലിയ വലിയ ചിറകൾ. നമ്മുടെ ആത്താറച്ചിറ, കോലോഞ്ചിറ, പഴുപ്പത്തൂർ ചിറ എന്നൊക്കെ പറയുന്ന വലിയ ചിറകൾ കാർഷിക വൃത്തിക്ക് വേണ്ടി ജൈനന്മാരുണ്ടാക്കിയതാണ്. അവരുടെ ആ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളാണ് ഹെന്നരട് ബീതി എന്നറിയപ്പെട്ടിരുന്ന 12 തെരുവുകളുള്ള പട്ടണം എന്നറിയപ്പെട്ടിരുന്ന സുൽത്താൻ ബത്തേരിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ജൈന ബസ്തി. അതോടൊപ്പം തന്നെ നമ്മുടെ പനമരത്തും നടവയിലും മാനന്തവാടിക്കടുത്തുമൊക്കെയുള്ള വരദൂർക്ക് അടുത്തുള്ള നിരവധി ജൈനക്ഷേത്രങ്ങൾ, ഇപ്പോഴും നിലനിൽക്കുന്ന കല്ലിൽ കുത്തിയ ശില്പങ്ങളായിരിക്കുന്ന ആ ജൈനക്ഷേത്രങ്ങൾ സമ്പന്നമായ ഒരു ജൈന സംസ്കൃതിയുടെ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടാണ് കടന്നു പോകുന്നത്. അത് കൃത്യമായി വരച്ചിടാൻ ഈ പുസ്തകത്തിലൂടെ ജോണിക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ നാട് എങ്ങനെയാണ് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് കാവേരിയുടെ തടത്തിലൂടെ നടന്നുകൊണ്ട് ജോണി നമ്മളോട് പറയുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു വലിയ പുസ്തകമാണ്. ഇത് വീണ്ടും ഒഴുകിയെത്തുന്നത് കർണാടകത്തിലേക്കാണ്. കർണാടകത്തിലെ ശ്രീരംഗപട്ടണത്തോടുകൂടി ചെല്ലുമ്പോൾ ടിപ്പു സുൽത്താൻ്റെ മരണം, അതിനുശേഷമുണ്ടായിട്ടുള്ള ആ രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അവിടെ നിന്ന് അത് നദി ഒഴുകി തലക്കാടെത്തുമ്പോഴേക്കും തലക്കാടെന്ന പ്രദേശം തന്നെ പിന്നെ മണ്ണിലടയായി പോകുന്നതിൻ്റെ ഐതിഹ്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ശിവസമുദ്രമെല്ലാം പിന്നിട്ട് ഈ നദി ഒഴുകി തമിഴ്നാട്ടിലെത്തുകയാണ്. തമിഴ്നാട്ടിലെത്തുമ്പോൾ ഇവളുടെ പേര് മാറുകയാണ്. ഇത് പിന്നെ പൊന്നിയാണ്. ഉടകിലെ കാവേരമ്മ അവിടെ പൊന്നിയായി മാറുന്നു, അമ്മയായി മാറുന്നു, പൊൻ വിളയിക്കുന്ന അമ്മ. ഈ കാവേരിയാണ് തമിഴ് സംസ്കാരത്തിൻ്റെ ആധാരശീല. ഈ കാവേരിയിലാണ് 1000 വർഷം പഴക്കമുള്ള ഒരു കല്ലണ ഇപ്പോഴും നിലകൊള്ളുന്നത്. ചോള രാജാക്കന്മാരുണ്ടാക്കിയിട്ടാണ് ഇപ്പോഴും അതിന് യാതൊരു കേടും പറ്റാതെ നിൽക്കുന്ന ഒരു കല്ലണയാണ്. ഈ നദി ഒഴുകി തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂരും ചിത്രപ്പള്ളി എല്ലാം കഴിഞ്ഞ് കാവേരിപ്പൂം പട്ടണമെന്ന് പറയുന്ന പൂംഹാറിലെത്തി ബംഗാൾ ഉൾക്കടലിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലയിക്കുകയാണ്. അന്ന് വലിയ കപ്പലുകൾ അടുക്കുന്ന ഒരു തുറമുഖമായിരുന്നു അത്രേ ഈ പൂംഹാർ എന്ന് പറയുന്ന കാവേരിപ്പൂം പട്ടണം. ഈ കാവേരിപ്പൂം പട്ടണത്തിലെ കോവിലനാണ് ചിലപ്പതികാരത്തിലെ നായകനായിരുന്നത്. അങ്ങനെ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ സംസ്കാരത്തിലൂടെ കടന്നുപോയ ഒരു വലിയ അന്വേഷണമായി സാംസ്കാരിക പ്രയാണപഥത്തിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയായി ഈ പുസ്തകം മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ നിരവധി പതിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാതൃഭൂമിയാണ് മലയാളത്തിൽ ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കന്നഡ പതിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. കന്നഡ പതിപ്പിന് കന്നഡ സാഹിത്യ പരിഷത്തിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തമിഴ് വിവർത്തനവും വന്നിട്ടുണ്ട്. അതും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഏറെ വിറ്റുപോവുകയും ചെയ്തിട്ടുള്ള പുസ്തകമാണ്. അങ്ങനെ ശ്രീ ഒ കെ ജോണി എന്ന് പറയുന്ന
ഒരു പ്രതിഭയുടെ, ഒരു ചരിത്ര അന്വേഷകന്റെ സാംസ്കാരിക സ്ഥലങ്ങൾ തേടിയിട്ടുള്ള യാത്രയിൽ അയാൾ കണ്ടെത്തിയിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നമ്മുടെ നാടിൻ്റെ കൂടി സംസ്കാരത്തിലേക്കുള്ള ഒരു യാത്രയായി മാറുകയാണ്. അതിനുള്ളിലുള്ള ജോണി കാണിക്കുന്ന ഉൾക്കാഴ്ചയും ചരിത്രാന്വേഷകന്റെ ജാഗ്രതയുമെല്ലാം നമ്മെ നമ്മുടെ ചരിത്രത്തിലേക്ക് കൂടുതൽ കൈപിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കാവേരിയോടൊപ്പമുള്ള എൻ്റെ യാത്രകൾ എന്ന ഈ പുസ്തകം നമ്മളെല്ലാം വായിക്കുകയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ചരിത്രത്തിൻ്റെയും ധന്യത മനസ്സിലാക്കുകയും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഈ പുസ്തകം മറ്റൊരു റേഡിയോയിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. മലയാളികളായിട്ടുള്ള എല്ലാവരും, പ്രത്യേകിച്ച് വയനാട്ടുകാർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ജോണിയുടെ ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 5 ബഷീർ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രേമലേഖനം എന്ന വേറിട്ട കൃതിയെ റീഡിംഗ് തിയേറ്ററിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് മാനന്തവാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ കെ ഷബിത, PT സുഭാഷ്, സഹദേവൻ മന്തഞ്ചിറ, ഷാജൻ ജോസ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എൻ്റെ നാട് 7ാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK.